റംബൂട്ടാൻ സീസൺ ആകുമ്പോഴേക്കും മിക്കവരുടെ വീട്ടിൽ റംബൂട്ടാൻ വാങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയതല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി തന്നതാണ് എനിക്ക് കുറച്ച്. അപ്പോൾ ഞാൻ ഇന്ന് ഈ റംബൂട്ടാൻ വെച്ചിട്ട് കാര്യം, ഇതെല്ലാം നമുക്ക് തൊലി പൊളിച്ച് കഴിക്കാൻ പറ്റുന്നത് ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കിന്ന് ഈ റംബൂട്ടാൻ വെച്ചിട്ട് ഒരു ജാം ഉണ്ടാക്കി നോക്കാം. ഞാനിതെല്ലാം തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനകത്തിരിക്കുന്ന കുരു നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ജാം ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കുരുവിൻ്റെ ആവശ്യമില്ല. ഞാനപ്പോൾ ഈ കത്തി കൊണ്ട് ഞാൻ ഇതിന് ചുറ്റുമുള്ള ഈ റംബൂട്ടാൻ്റെ ഈ പൾപ്പ് ഫുള്ള് കട്ട് ചെയ്തെടുക്കുവാണ്. എടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇതിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുവാണ്. അടിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഇത് ഒഴിച്ച് ഗ്യാസ് ഓണാക്കി നമ്മൾ ഇങ്ങനെ കുറുക്കുക. നമ്മൾ നോർമലി നമ്മളിപ്പം മാംഗോ ജാം, ആപ്പിളിൻ്റെ ജാം, സ്ട്രോബെറി ജാം, ഗ്രേപ്സിൻ്റെത്, മിക്സഡ് ഫ്രൂട്ട്, ഇതെല്ലാം ജാമും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് റംബൂട്ടാൻ വെച്ചിട്ട് നമ്മൾ ജാം ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴേക്കും എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗർ ഉണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കാം. അപ്പോൾ ജാമിൻ്റെ ഒരു കളറെന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ നോർമലി പൈനാപ്പിൾ ജാമിൻ്റെ കളറിൽ യെല്ലോ ആയിരിക്കും. അതുപോലെ ഇതിപ്പോൾ വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ബ്രൗൺ ഷുഗർ ചേർത്തത് കൊണ്ട് ഇതിപ്പോൾ ബ്രൗൺ കളറായി. നല്ല ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു യെല്ലോ ഷെയ്ഡ്, യെല്ലോ ഒരു ഗോൾഡൻ കളറ്, നല്ല തിക്കായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ ജാമിൻ്റെ ഒരു ടെക്സ്ചറിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ചെറിയൊരു ഒരു പൊടിക്ക് ഒരു പിഞ്ച് നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത്. ചെറിയ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നോർമലി ജാം എടുത്ത് നോക്കുന്ന ടെക്സ്ചർ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ടെക്സ്ചർ വരുന്നവരെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഞാൻ എന്തുമാത്രം റംബൂട്ടാൻ എടുത്തപ്പോഴേക്കും എനിക്ക് ആകെ കുറച്ച് ജാമാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ജാമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ഈ ജാം നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ വേറെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ പ്യുവറായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ജാമ. നിങ്ങൾക്ക് ഇത് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഈ പണ്ടത്തെ നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പുളിമുട്ടായി വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അത്ര പുളിപ്പില്ല. പക്ഷേ ഓരോ റംബൂട്ടാനും ഓരോ മധുരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എനിക്ക് കിട്ടിയതിൽ കുറച്ച് പുളിപ്പുള്ളതുണ്ടായിരുന്നു. എല്ലാം നല്ല മധുരമുള്ളതല്ല, കുറച്ച് പുളിപ്പുള്ളതുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നല്ല മധുരമുള്ള റംബൂട്ടാൻ നോക്കി എടുത്ത് ചെയ്യുവാണെങ്കിൽ അത്ര പുളി വരത്തില്ല. ഇപ്പം ഞാനീ ഉണ്ടാക്കിയിരിക്കുന്ന ജാമിൽ ചെറിയൊരു പുളിപ്പുണ്ട്. നമ്മൾ ഈ പണ്ടൊക്കെ പുളിമുട്ടായി കഴിക്കുന്ന ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ നിങ്ങൾക്ക് റംബൂട്ടാൻ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.